നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാല് കുടിച്ചില്ലേ? ഇനി മോൻ ഇവിടെ കിടന്നാ മതി, ഇല്ലെങ്കിലേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. ഓ ചേരൂ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛനും ഇന്ദ്രേട്ടനും പോയിട്ട് പറയാന്ന് കരുതി കാത്തിരിക്കായിരുന്നു. എന്താ ചേച്ചി ഇത്ര രഹസ്യമായ കാര്യം? ഞാനും ഇന്ദ്രേട്ടനും അപ്പുറത്തെ മുറിയിൽ കയറി നോക്കിയെന്ന് പറഞ്ഞില്ലേ? അവിടെ ഉണ്ടായിരുന്നത് ആദിത്യന്റെ ഭാര്യയും കുഞ്ഞുവാ. ഏതാ ആദിത്യൻ? ആ സ്വർണ്ണക്കടത്ത് കേസിലെയോ? അതെ. രഘുവേട്ടൻ അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാ ഞങ്ങൾ കണ്ടത്. അയ്യോ ദൈവമേ, അപ്പോ രഘുവേട്ടൻ ആ കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ചതായിരിക്കുമല്ലോ ചേച്ചി? അതെ, എനിക്ക് തോന്നുന്നത് രഘുവേട്ടൻ ഞങ്ങളെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോയതാണെന്നാ. ആദിത്യന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായപ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചേച്ചി ഇന്ദ്രേട്ടനെ അവരെ മനസ്സിലായോ? ഏയ്, രഘുവേട്ടന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ വൈഫും മോളും ആണെന്നേ ഇന്ദ്രേട്ടൻ അറിഞ്ഞിട്ടുള്ളൂ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കഥ ഇന്ദ്രേട്ടൻ അറിയില്ലല്ലോ അല്ലെ? ഇല്ല, അതൊക്കെ നടക്കുമ്പോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നില്ലേ. പിന്നെ രഘുവേട്ടന്റെ വണ്ടിയിൽ വെച്ച് കള്ളക്കടത്ത് സ്വർണം പിടിച്ച കാര്യമൊക്കെ ഇന്ദ്രേട്ടൻ അറിഞ്ഞു കാണും. അന്ന് നീ രഘുവേട്ടനെ ഇവരെ സഹായിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് ഇത്രത്തോളം എത്തുന്ന ഞാൻ കരുതിയില്ല ചേരു. ഇതിപ്പോ ആ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് മൊത്തം രഘുവേട്ടനെ ഏറ്റെടുത്ത പോലെയാ ചേരു. ഡോക്ടറോട് സംസാരിക്കുന്നത് പോലും രഘുവേട്ടനാ. കുഞ്ഞിന്റെ കാര്യം മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു ചേച്ചി. കൂടെ ആദിത്യന്റെ ഭാര്യയെ സംരക്ഷിക്കുന്നത് രഘുവേട്ടനാണെന്ന് എല്ലാരും പറയും. അന്ന് ആദിത്യന് കൊടുക്കണമെന്ന് പറഞ്ഞ 10 ലക്ഷം ഇവർക്ക് കൊടുത്താ പോരായിരുന്നു രഘുവേട്ടന്? അവരത് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവായിരുന്നു. ഇതൊക്കെ ഞാൻ രഘുവേട്ടനോട് പറഞ്ഞതേ ചേച്ചി. അപ്പൊ അവർക്ക് സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തി കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അതിവിടെ വരെ എത്തി. അല്ല, ഇതൊക്കെ ദാസങ്ങൾ അറിയുന്നുണ്ടോ അതോ അദ്ദേഹം അറിയാതെയാണോ രഘുവേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്? ദാസങ്ങളിന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ വഴിയിലൊന്നും രഘുവേട്ടൻ പോവില്ല. പക്ഷെ അമ്പിളി ചേച്ചി അറിയാതെ രഘുവേട്ടൻ വേറൊരു കുടുംബത്തെ സംരക്ഷിക്കാന്ന് വെച്ചാ തെറ്റാണ് രഘുവേട്ടൻ ചെയ്യുന്നത്. അമ്പിളി ചേച്ചിക്കെന്നല്ല, ഒരു പെണ്ണിനെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അമ്പിളി ചേച്ചിക്കാണെങ്കിൽ രഘുവേട്ടന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ചേച്ചിയുടെ കയ്യിൽ കൃത്യമായി തെളിവൊന്നും ഇല്ലെങ്കിലും രഘുവേട്ടൻ വഴിമാറി പോകുന്നുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാ ചേച്ചി. അതിന്റെ പേരിൽ ദിവസവും വീട്ടിൽ വഴക്കം നടക്കാറുണ്ട്. ചിരു, നമുക്ക് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണം. ഇതൊരു കൈവിട്ട കളിയാ. അവരിവിടെ ഉണ്ടെന്ന് അമ്പിളി ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. പിന്നെ രഘുവേട്ടന്റെ കാര്യത്തിൽ വിനയൻ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അമ്പിളി ചേച്ചി അറിയിക്കാൻ കുറച്ചു നാളായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്. ആദിയുടെ ഭാര്യയും കുഞ്ഞി ഈ ഹോസ്പിറ്റലിലുള്ള കാര്യം വിനയൻ അറിഞ്ഞാലും മതി ചേച്ചിയുടെ കാതിലെത്തിക്കാൻ. ചേച്ചിയാ. നീ നേരത്തെ വന്നോനു? കുറച്ചു സമയായി. ഇന്ദ്രേട്ടൻ തിരിച്ചുപോയി. ഞാനിന്ന് ചീരുവിന്റെ കൂടെ നിൽക്കാൻ തയ്യാറായിട്ടാ വന്നേ. അയ്യോ, അപ്പൊ ഞാൻ വരണ്ടായിരുന്നല്ലേ? ഇന്ന് 2 ചേച്ചിമാരും എന്റെ കൂടെ നിൽക്ക്. എനിക്കാരും സഹായത്തിനില്ലെന്നാ ആ വിനയം വിചാരിച്ചിരിക്കുന്നത്. ആ ചിന്ത അങ്ങ് മാറ്റി കൊടുക്കാം. വീട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാനു? സുശീലാന്റെ ജയിലിൽ തന്നെയല്ലേ? അതെ. ഉടനെ ആരും ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. സ്വന്തം മക്കളെ പോലും വെറുപ്പിച്ചില്ലേ? കുറച്ചു ദിവസം അവിടെ കിടക്കട്ടെ. ചെറിയ ദ്രോഹമൊന്നുമല്ലല്ലോ മറ്റുള്ളവരോട് ചെയ്തത്.